ഇന്ന് 4 മണി പലഹാരം ഒരു ഉള്ളിവടയാണ്. ഇതിനെടുത്തേക്കുന്ന 2 സവാള, ഒരു പച്ചമുളക്, കുരുമുളക്, കരിവേപ്പില. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഇത്ര സാധനമല്ല വേണ്ടുന്നത്. സവാള, ഇഞ്ചി, മല്ലിയില, പച്ചമുളക്, കുരുമുളക്, കരിവേപ്പില. ഇത് ഉപയോഗിച്ചും കടലമാവ് ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഉള്ളിവട ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര സാധനമേ ഉള്ളൂ. ഇത്രയും സാധനം കൊണ്ടാണ് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ പോകുന്നത്. സവാള നല്ലതുപോലെ കുനുകുനെ അരിഞ്ഞിട്ടുണ്ട്. പക്ഷേ സവാള അരിയുമ്പോൾ കണ്ണിന് നല്ല ഇഷ്ടം പോലെ വെള്ളം വരും. അതിനെന്താണ് പ്രതിവിധി എന്ന് ടിപ്പ് വല്ലതുണ്ടെങ്കിൽ പറഞ്ഞാൽ ഐസ് വെള്ളത്തിട്ട സവാള അരിയുമ്പോൾ കണ്ണുനീര് വരത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളായിട്ട് ഒരു പച്ചമുളക് എടുത്താൽ മതി. പിന്നെ ബാക്കി കടലമാവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. കുഞ്ഞു സ്പൂണിന് കുരുമുളക് പൊടി മതി. ഇനി ഇത് നല്ലതുപോലെ നമ്മളിലെ മുട്ടപ്പൂച്ചിയൊക്കെ ഉണ്ടാക്കിയില്ലേ ആ രീതിയിലൊന്ന് കടലമാവിനെ പരുവപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ ആദ്യമൊക്കെ ചെയ്യുന്നതിൻ്റെ. അപ്പം ഈ ഷോർട്സ് നല്ല രീതിയിൽ ആദ്യം ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതാണ് കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് ചെയ്യാനുള്ള കാര്യം. നമ്മൾ നല്ല കുഴമ്പ് രൂപത്തിലാണ് കടലമാവ് കുഴച്ചെടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പരുവത്തിൽ നമ്മളെ പച്ചമുളകും സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എണ്ണ തിളപ്പിച്ചിട്ട് ഇതിനെ ഷേപ്പ് രൂപത്തിലാക്കി ഇട്ട് കൊടുക്കണം. കരിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്താണ്. ഈ വെള്ളം തന്നെ വേണം, അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒട്ടി പിടിക്കും. തോനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ വളർന്നാക്കിയാലേ ഈ ഉള്ളി എല്ലാം കൂടെ സെറ്റായി നമുക്ക് ഉള്ളിവടയുടെ ഷേപ്പിലാക്കാൻ പറ്റത്തില്ല. ഞാൻ തയ്യാറാക്കുന്ന ഒരു കൊച്ചു ഉള്ളിവടയാണ്. നമുക്ക് വീട്ടിൽ ഇതൊക്കെ മതിയല്ലോ. അതാ ഈ ഷേപ്പിലാണ് ഇതുപോലെ ആക്കിയിട്ട് നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ആക്കണം. ഞാൻ തോനെ എണ്ണ ഒഴിച്ച് മുക്കി പൊരിപ്പിക്കുന്നില്ല. ഇങ്ങനെ മാത്രമേ പൊരിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഹൈ കൊളസ്ട്രോൾ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യത്തുള്ളൂ. നമുക്ക് എണ്ണ തോനെ ഉപയോഗിക്കുന്നവർക്ക് എണ്ണ ഇതിൻ്റെ മീതെ നിൽക്കുന്ന രീതിയിൽ എണ്ണ ഉപയോഗിച്ച് അതിനെ നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് അടിപൊളി ഒരു ഹെൽത്തി പരമായിട്ടുള്ള ഉള്ളിവട തയ്യാറാകും. ഞാൻ ഇതിനകത്ത് 3 ഉള്ളിവടയ്ക്ക് വേണ്ടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ പൈസ ലാഭമുണ്ട്, നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിങ്ങനെയാണ് ഉള്ളിവട തയ്യാറാക്കുന്നത്. തീ കുറച്ചിട്ട് നല്ല ബ്രൗണിഷ് കളറായി അപ്പുറം ഇപ്പം നല്ല രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുത്തിട്ട് സോസ് വേണമെങ്കിൽ സോസ് ഉപയോഗിച്ച് കഴിക്കാം. അല്ലാതെ കഴിക്കാൻ വേണമെങ്കിൽ അല്ലാതെയും കഴിക്കാം. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. പക്ഷേ എണ്ണയിൽ തന്നെ മുക്കി പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതുപോലെ നമ്മൾ ഈ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രീതിയിൽ കിട്ടും. ഇനി ഞാൻ മൈദയൊന്നും ആഡ് ചെയ്തിട്ടില്ല, മൈദ ഉപയോഗിക്കുന്നില്ല. മൈദ ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ഉള്ളിവടയായിട്ട് വരുന്നത്. വെച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ, കടലമാവ് ഉണ്ടല്ലോ, അത് മതി. ആണ് നമ്മുടെ ഉള്ളിവട. ഇതിനകത്ത് ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇതിനകത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യകരമായി 4 മണിക്ക് തയ്യാറാക്കാം. ഓക്കെ, അടുത്ത വിഷോസിൽ കാണാം. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നല്ല സ്വാദിഷ്ടമായ ഉള്ളിവടയും ചായയും അപ്പോൾ നാളെ മുതൽ 4 മണിക്ക് സ്വയം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കും വീട്ടുകാർക്കും കൊടുക്കുക. ഓക്കെ, ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ.